കാരണം നേരത്തെ തന്നെ യമൻ എന്ന് പറയുന്ന ആ രാജ്യം, കാരണം സന എന്ന് പറഞ്ഞതിൻ്റെ കൺട്രോൾ മുഴുവൻ ഹൂത്തികളുടെ കയ്യിലാണ്. അപ്പം ആ സനയിൽ നേരത്തെ ഉണ്ടായിരുന്ന റൂളർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യ. ഇന്ന് അവർ പറയുന്ന അവരാണ് അതിൻ്റെ യഥാർത്ഥ അവകാശികൾ. അപ്പം ഈ പറയുന്ന റിബലായിട്ടുള്ള ആൾക്കാർ യമൻ്റെ ഈ ഭാഗം പിടിച്ചിട്ട്, അതായത് ഇതും വളരെ ക്രൂഷ്യലായിട്ടുള്ള യമൻ്റെ ഏരിയയാണ്, സൊമാലിയ പോലെ തന്നെ. കാരണം ഇവിടെയാണ് ഓയിൽ റിച്ച് ആയിട്ടുള്ള പ്രദേശം. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തത് വെപ്പൺസ് എത്തിച്ചു കൊടുക്കാൻ മറ്റുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് യു എ ആവും. യു എക്ക് യമനിലും പോർട്ടുണ്ട്, സൊമാലിയയിലും പോർട്ടുണ്ട്, അതായത് ഈ രാജ്യങ്ങളിലൊക്കെ. കാരണം യു എ കൊമേഴ്ഷ്യലായിട്ടുള്ള രാജ്യമാണ്, കാരണം അവരുടെ ഷിപ്പ് റൂട്ടും വെസൽ റൂട്ടും ഒക്കെ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഇവർക്ക് ഓഫീസും ഉണ്ട്. ഈ പറയുന്ന പോർട്ടുകൾ ഇവരാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിലാണ് സൗദി അറേബ്യ ഇന്നലെ ഈ വിഘടിച്ചു പോയ യമൻ്റെ അവിടെ പോയി അവിടെയുള്ള ആൾക്കാരുടെ മിലിഷ്യ ഗ്രൂപ്പിൻ്റെ മേളിൽ കുറേ ബോംബിട്ടു. ഉണ്ടാക്കിയെടുത്ത് ഇസ്രായേൽ. കാരണം ഈ രണ്ടും ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സൊമാലിയ ബേസ് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഹൂത്തികൾ. അതേപോലെ തന്നെ മറ്റൊരു യമൻ്റെ ഭാഗം ഇവർക്കെതിരെ തിരിയാൻ പാടില്ല. ഇതിനങ്ങ് സ്പ്ലിറ്റ് ആക്കി കൊടുത്തു. അതായത് പറഞ്ഞ ഹമാസ് ഇസ്രായേൽ വാറിനുണ്ടായ എഫക്റ്റാണ് ഈ സംഭവം. ഈ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ സ്പ്ലിറ്റായി പോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻട്രസ്റ്റിങ്. അതായത് എങ്ങനെയാണ് സുഡാനിൽ നടന്നത്. അതായത് ഒരു വിഭാഗത്തെ, അവിടെ ഭരിക്കുന്ന വിഭാഗത്തെ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്തപ്പോൾ RSF റാപ്പിഡ് ഫോഴ്സ് അതിനെ UAE സപ്പോർട്ട് ചെയ്തു. സാമ്പത്തികം, കാരണം ഗോൾഡ് മൈൻസും മറ്റുള്ള സംഭവങ്ങളെല്ലാം അവരവിടെ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറും, കാരണം നൈലിൻ്റെ ഭാഗമാണ് ഈ സംഭവങ്ങൾ മുഴുവനും. പിന്നീടാണ് അമേരിക്ക ഇടപെട്ടാണ് UAEയോട് പറയുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് സൗദിയോടും പറയുന്നു, ഈജിപ്തിനോടും പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴാ വാർ തോന്നുന്നു കുറഞ്ഞു നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടുത്തെ ഗെയിം പ്ലാൻ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ പറയുന്ന രണ്ട് ഇസ്ലാമിക സ്റ്റേറ്റുകൾ, സൊമാലിയ, മറ്റൊന്ന് യമൻ, ഇസ്രായേലിനെതിരെ ഇവർ ഒരുമിച്ച് ഹൂത്തികളുടെ ഒരു ബേസാക്കി അങ്ങ് മാറ്റി, അതേപോലെ ഇറാനും ബേസാക്കി മാറ്റി. അതിൻ്റെ പേരിൽ ഈ വാറിൻ്റെ കോൺസെൻട്രേഷൻ സമയത്ത് ഇസ്രായേലിൻ്റെ അണ്ടർ കവർ ഓപ്പറേഷൻ ഇത് പ്രവർത്തിച്ച കാര്യം ഈ രാജ്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോയി. UAE ഉൾപ്പെടെ വിട്ടുപോയി. മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇതിന് വലിയ കോൺസെൻട്രേഷൻ കൊടുത്തില്ല.